മാനന്തവാടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിന് വഴിവെച്ചത് കർണാടക വനംവകുപ്പിന്റെ ഗുരുതര വീഴ്ചയെന്ന് ഞങ്ങളുടെ കോഴിക്കോട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. നിരവധി തവണ കേരള വനംവകുപ്പ് ആനയുടെ റേഡിയോ കോളർ വിവരങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും കർണാടക വനംവകുപ്പ് കൈമാറിയില്ല. റിസീവറും ആന്റിനയും നൽകാനും തയ്യാറായില്ല. അജീഷിന്റെ മരണത്തിന് ശേഷം മാത്രമാണ് കർണാടക വനംവകുപ്പ് പ്രതികരിച്ചത്. ദീപക് ധർമ്മടം ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ കർണാടക വനംവകുപ്പ് പറയുന്നത് നമ്മൾ ഒരു സഹായവും ആവശ്യപ്പെട്ടില്ല, എന്ത് സഹായവും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്നു. എന്നാൽ നമ്മുടെ സർക്കാർ പറയുന്നു അവിടുത്തെ വനംവകുപ്പ് ഒരു രീതിയിലും സഹകരിക്കുന്നില്ല എന്ന്. ഇതിലേതാണ് യാഥാർത്ഥ്യം, വാസ്തവം? SKN ഒരു കാര്യം വളരെ വ്യക്തമാണ്. കർണാടക വനം വകുപ്പ് ഈ കാര്യത്തിൽ ഉദാസീനത കാണിച്ചു എന്നുള്ളതാണ് നമുക്ക് വനം തലപ്പത്ത് നിന്നും ലഭിക്കുന്ന വിവരം. പക്ഷേ എന്നാൽ രാഷ്ട്രീയമായി കർണാടകവുമായി സഖ്യത്തിൽ ഏർപ്പെട്ടു പോകുന്ന കേന്ദ്രവിരുദ്ധ സമരം ഉൾപ്പെടെ നടക്കുന്ന സാഹചര്യത്തിൽ കർണാടകത്തിനെതിരെ സംസ്ഥാന സർക്കാർ വലിയ രീതിയിൽ പ്രതികരിക്കേണ്ടതില്ല എന്ന തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അജിയുടെ മരണത്തിന് ഇടയാക്കിയ ഈ മൊഴയാനയുടെ നീക്കങ്ങൾ, സഞ്ചാരപാത ഉൾപ്പെടെയുള്ള റേഡിയോ ഫ്രീക്വൻസി നൽകാൻ വേണ്ടി പലകുറി സംസ്ഥാനത്തെ വനം മേധാവികൾ, ഇത് സർക്കാരല്ല, വനം മേധാവികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആശയവിനിമയമാണ്. പ്രധാനമായും ഹെഡ് ഓഫ് ഫോറസ്റ്റും അതുപോലെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനുമാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ടുള്ള സംഭാഷണം നടത്തുന്നത്. പക്ഷേ പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും നൽകിയില്ല. 3 മണിക്കൂറിൻ്റെ ഇടവേളയ്ക്ക് ശേഷമുള്ള വിവരങ്ങൾ മാത്രമാണ് നൽകിയത്. പക്ഷേ ഈ മൊഴ ആനയാണെങ്കിൽ അതിവേഗത്തിൽ സഞ്ചരിക്കുന്നതാണ്. മാത്രവുമല്ല SKN, ഇതിൽ ഏറ്റവും ഗുരുതരമായ വീഴ്ച എവിടെയെന്ന് ചോദിച്ചാൽ, തണ്ണീർക്കൊമ്പൻ്റെ റേഡിയോ കോളർ വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ ലഭിച്ച സമയത്ത് അതിനൊപ്പം തന്നെ അതിൻ്റെ അതേ സഞ്ചാരപാതയിൽ ഈ മോഴയാന ഉണ്ടായിരുന്നു എന്ന വിവരം നൽകി. അതിനെ വീണ്ടും ഫോളോ അപ്പ് ചെയ്ത സമയത്ത് പിന്നീട് ഈ റേഡിയോ ഫ്രീക്വൻസി നൽകാൻ തയ്യാറാവാതെ ഇതിൻ്റെ പാസ്വേഡ് നൽകുന്നു. പാസ്വേഡ് നൽകുമ്പോഴുള്ള പ്രശ്നം 3 മണിക്കൂറിന് ശേഷമുള്ള അപ്ഡേഷൻസ് മാത്രമേ ലഭിക്കുകയുള്ളൂ. പക്ഷേ എന്നാൽ ആൻറ്റിനയും ഫ്രീക്വൻസിയും നൽകിയാൽ സഞ്ചാരപാത തത്സമയം, അതായത് നെറ്റ്വർക്ക് കവറേജ് ഉള്ള ഏരിയയിലാണെങ്കിൽ സഞ്ചാരപാത തത്സമയം ലഭിക്കും. ഇത് നൽകിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. ഇത് നൽകാൻ പറ്റുമായിരുന്നു. കാരണം ഈ അജി മരിച്ചു എന്നുള്ള റിപ്പോർട്ട് അവിടെ നൽകിയതിനു ശേഷം വൈകിട്ടോടുകൂടി ഈ ആൻറ്റിന നൽകാൻ, അത് കോയമ്പത്തൂരിൽ നിന്ന് നൽകാനും അതിൻ്റെ ഫ്രീക്വൻസി വിവരങ്ങൾ നൽകാനും തയ്യാറായി. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, രാഷ്ട്രീയമായി ഈ കാര്യത്തിൽ കൃത്യമായി സർക്കാർ ഒരു നിലപാടെടുക്കാൻ സാധ്യതയില്ല. കാരണം സർക്കാർ വൃത്തങ്ങളിൽ സംസാരിക്കുമ്പോൾ 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു തർക്കത്തിലേക്ക് ഇപ്പോൾ പോകേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ്. പക്ഷേ വനം ഉദ്യോഗസ്ഥ തലപ്പത്ത് നിന്നും ലഭിക്കുന്ന വിവരമനുസരിച്ച് കർണാടകം ഈ കാര്യത്തിൽ കൃത്യമായ ഉദാസീനത കർണാടകം വനം വകുപ്പ് കാണിച്ചു. പ്രത്യേകിച്ചും തണ്ണീർക്കൊമ്പൻ്റെ ആ ഘട്ടത്തിൽ തന്നെ ഈ മോഴയാനയുടെ സാന്നിധ്യം കണ്ടതിന് ശേഷം ഇത്രയും വലിയ ഒരു ദുരന്തത്തിലേക്ക് വലിച്ച് വീഴ്ത്തിയത് കർണാടക വനം വകുപ്പ് വിവരങ്ങൾ കൈമാറാത്ത, തത്സമയ വിവരങ്ങൾ കൈമാറാത്തതിൻ്റെ പ്രശ്നം തന്നെയാണ് SKN. ഓക്കെ, താങ്ക് യു. ദീപക് ധർമ്മടമാണ്. ഷാനുവിൻ്റെ ഒരു യൂട്യൂബ് സന്ദേശം. ഷാനു പറയുന്നത്, ഗുഡ് മോർണിംഗ് ഷാനു. ആനയെ പ്രകോപിപ്പിച്ചത് കൊണ്ട് ആ പാവം 42 വയസ്സുള്ള ഒരാളുടെ ജീവൻ നഷ്ടമായി എന്നാണ്. അത് പൂർണ്ണമായി അർത്ഥത്തിൽ ശരിയാണോ എന്ന് എനിക്കറിയില്ല.